ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുശീലയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തുടങ്ങുന്നത് കേട്ടോ. അങ്ങനെ സുശീല സെല്ലിൽ ചെന്നിരിക്കുകയാണ്. അങ്ങനെ സുശീലയോട് സൂപ്രണ്ട് പറയണേ, അതെ നീ ആളെ ചില്ലറക്കാരിയല്ലല്ലോ, മരുമകളെ പോരടിച്ച ഒരു അമ്മായി മേലെ എന്ന് പറയുമ്പോൾ സുശീലയ്ക്ക് വലിയൊരു ഇതൊന്നും ഇല്ല കേട്ടോ. സുശീലയ്ക്ക് ഒരു കോസിലും ഇല്ലാതെ അതിന് മറുപടി നൽകണം കേട്ടോ. സുശീല പറയണേ, ഞാനേ അവളെ എന്നെയാണ് പോരടിച്ചത്, പിന്നെ ഞാൻ അങ്ങനെയൊക്കെ ആയിപ്പോയി. എന്തായാലും മരുമകളെ ജയിലിലാക്കാൻ നോക്കിയിട്ട് ഇപ്പോൾ അമ്മായിമ്മ തന്നെ ജയിലിൽ പോകേണ്ടി വന്നതല്ലേ സാറേ. ഞാൻ അവളെ ജയിലിനാക്കാൻ പോക്കിയതെന്നുള്ളത് സത്യം തന്നെ. അവൾ ജയിലിൽ ആവുകയായിരുന്നു. പക്ഷേ എൻ്റെ മക്കളാണ് ശത്രുക്കൾ. എൻ്റെ മക്കൾ എന്നെ ഇതിൽ കുരുക്കിയതാണ്. അത് കേട്ടോടെ തന്നെ സൂപ്രണ്ട് പറയണ, തള്ളിയിൽ നിന്ന് മക്കളും നിന്ന് വേറെ എവിടെയും കേൾക്കാത്തൊരു കുടുംബം. എന്തായാലും ചില പാഠങ്ങൾ പഠിപ്പിക്കാനാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അത് ഇത് നിൻ്റെ വീടല്ല. നീ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടോ സാറേ? എന്തിനാ ഡ്രസ്സൊക്കെ എടുക്കുന്നത്? പിന്നെ നിനക്ക് മാറാനുള്ള ഡ്രസ്സ് ഇവിടെ നിന്ന് തരുമോ? അത് കേട്ടോടെ തന്നെ സുശീല പറയണേ, അതെ ഞാൻ ആദ്യമായിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ വരുന്നതും സെല്ലിൽ കിടക്കുന്നതും ഒക്കെ. അപ്പോൾ എനിക്ക് ഡ്രസ്സ് എടുക്കണമെന്നൊന്നും അറിയില്ല സാറേ. എൻ്റെ മക്കളോട് വിളിച്ച് പറഞ്ഞ് അവരിങ്ങ് എത്തിച്ചേരും. പിന്നെ സാറേ, ഞാനിവിടെ എന്നും പൊറുതിക്ക് വന്നതൊന്നല്ല, താൽക്കാലികം മാത്രം. 2 ദിവസം അതിനുള്ളിൽ എൻ്റെ മക്കൾ എന്നെ പുറത്തിറക്കിയിരിക്കുമെന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ ഈ സമയം സുശീലയാണെങ്കിലോ ഈ വാക്കുകൾ പറയുമ്പോൾ എന്തായാലും തൻ്റെ മക്കളും നന്ന് താനും നന്ന്. ഇവിടെ താൻ ഈ ബുക്കിൽ തൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും തൻ്റെ മക്കൾക്ക് വിളിച്ചാൽ കിട്ടുന്നൊരു നമ്പർ എഴുതിയിട്. അപ്പോൾ മക്കളുടെ നമ്പർ എന്ന് പറയുന്നത് സോനയുടെ നമ്പറാണ് കേട്ടോ സുശീല കൊടുത്തിരിക്കുന്നത്. എന്തായാലും നീ സെല്ലിലോട്ട് പോയിക്കോ, നിന്റെ മക്കളോട് വിളിച്ച് കാര്യങ്ങൾ പറയാമെന്നും പറഞ്ഞിട്ട് സുശീലയെ പറഞ്ഞു വിടുകയാണ് കേട്ടോ. പിന്നീടാണെങ്കിലോ ഈ ഫോൺ നമ്പറിൽ വിളിച്ചു നോക്കുകയാണ്. അങ്ങനെ ഈ ഫോൺ നമ്പറിൽ വിളിക്കുമ്പോൾ സോനയുടെ ഫോണിലോട്ടാണ് കേട്ടോ കോള് പോകുന്നത്. അപ്പോൾ പ്രതിഭയാണെങ്കിലോ കോളുമായി സോനയുടെ അരികിലോട്ട് വരികയാണ്. സോന ചെടി നനച്ചും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സോനയോട് പറയണേ, നിന്റെ ഫോൺ അടിക്കുന്നുണ്ട് സോന, ഇതാ എന്ന് പറയണേ. ഹലോ, ഇതേ ജയിലിൽ നിന്ന് വിളിക്കുകയാണ് സൂപ്രണ്ട്. എന്താണ് നിന്റെ അമ്മ പറഞ്ഞത്? വിളിച്ച നമ്പർ ആണ്. ഇതാരാണത്? മകളാണോ? അതെ മകളാണ്. അതെ, നിന്റെ അമ്മയ്ക്ക് ഇവിടെ ഇട്ടുകൊടുക്കാൻ ഡ്രസ്സില്ല, ഇന്നത്തേക്ക് ഇങ്ങനെ മതി, നാളെ രാവിലത്തേക്ക് ഡ്രസ്സ് വേണം, അത് കൊണ്ടുവാ എന്ന് പറയുമ്പോൾ സോനയ്ക്ക് മൊത്തത്തിൽ ഭ്രാന്ത് പിടിക്കാൻ കേട്ടോ. സോന ചോദിക്കുകയാണ്, ഇത് ആര് തന്ന നമ്പറാണ്? നിന്റെ അമ്മ തന്നെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതേസമയം പ്രതിഭയോട് പറയണേ, ഈ അമ്മ എന്തിനാ എന്നെ ഓരോ പുലുവാലി പിടിപ്പിക്കാൻ വേണ്ടി എൻ്റെ നമ്പർ തന്നിരിക്കുന്നത്? ഇന്ദ്രട്ടൻ്റെ നമ്പർ കൊടുത്താൽ പോരെ? ഇന്ദ്രട്ടൻ്റെ നമ്പറിലേക്ക് അങ്ങ് വിളിച്ചു പറഞ്ഞാൽ പോരെ? ഇനിയിപ്പോൾ ഞാൻ ഇവർക്കിടയിൽ കിടന്ന് മധ്യസ്ഥ കളിക്കാൻ നിൽക്കണം. അത് എന്നെക്കൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടാണ്. എന്തൊരു കഷ്ടമാണ് ഈ അമ്മയെ കൊണ്ട്. അത് കേൾക്കുന്ന പ്രതിഭ പറയണേ, നീ മകളല്ലേ, മകള് അമ്മക്ക് വേണ്ടി കുറിച്ചൊക്കെ അങ്ങ് സഹിച്ചോ. മകൾ എന്തായാലും ചെയ്യേണ്ടത് ചെയ്തോ, നിന്റെ ഏട്ടന്മാരോട് നീ തന്നെ പറ എന്ന് പറയുമ്പോൾ സോനയ്ക്ക് മൊത്തത്തിൽ ഭ്രാന്ത് പിടിക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ദാസിനെയും രഘുവിനെയാണ്. അവർ തമ്മിൽ കണ്ടുമുട്ടിയിരിക്കുകയാണ്. അപ്പോൾ ദാസ് പറയുകയാണ് അവളുടെ കാര്യം കുറച്ച് കഷ്ടത്തിലാണ്. അപ്പോൾ ഈ സമയം രഘു പറയുന്നുണ്ട്, എനിക്കച്ച ഫോൺ അടിച്ചെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി, എന്നാലും അവളിവിടെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. അത് ജയസുപ്രണ്ട് തന്നെ എന്തോ ഒരു വണ്ടി വിളിച്ചു കൊടുക്കുക, അങ്ങനെ എന്തൊക്കെ പറഞ്ഞ് എനിക്ക് റോഡിൻ്റെ ഇഷ്യൂസൊക്കെ ആയ കാരണം എത്താൻ പറ്റിയില്ല എന്നൊക്കെ രഘുവിനോട് പറയാണ്. അപ്പോൾ രഘു പറയാണ്, എന്തായാലും ദാസങ്ങൾ ഇടപെട്ടല്ലോ, എനിക്ക് ആ വിനയൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഫോൺ എടുക്കാതെ. ആ വിനയൻ എന്ന് പറയുന്നവൻ്റെ സ്വഭാവം അറിയാലോ. വിനയൻ എന്ന് പറയുന്നവനെ ഉറ്റുനോക്കിയും കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എന്നുള്ള സത്യം വെളിപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ ഈ സമയം ഈ വാക്കുകളൊക്കെ കേൾക്കും. എന്തായാലും കാര്യം നടക്കട്ടെ. എന്തായാലും അവളിപ്പോൾ ഈ ഹോസ്പിറ്റലുണ്ട്. എന്താ ഈ പറയുന്നത്? അതെ, അവളെ ഈ ഹോസ്പിറ്റലാണ് അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത്. ഈശ്വര പെട്ടല്ലോ. അല്ല, പെട്ടു എന്നല്ല, പിന്നെ അതുമാത്രമല്ല, അണ്ണൻ എന്നെ കാണാൻ വന്നിരുന്നു. അണ്ണൻ എന്തൊക്കെയോ സംശയങ്ങൾ ഉണ്ട് ഉള്ളിൽ. അവൻ്റെ ഭാര്യയെ ചോദിച്ചു, അതിൻ്റെ ഭാര്യ ഇപ്പോൾ എവിടെയാണ്, കുഞ്ഞിന് സുഖമില്ലാത്തൊരു കുഞ്ഞാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ അണ്ണൻ ചോദിച്ചു. അത് കേൾക്കുന്നതിനോടുകൂടി രഘു പറയണേ, എങ്കിൽ ഇതിന് പിറകിൽ ഒന്നെങ്കിൽ വിനയൻ അല്ലെങ്കിൽ അമ്പിളി, അല്ലാതെ ഒരിക്കലും അമ്മാവൻ എന്നെക്കുറിച്ച് അന്വേഷിക്കില്ല. അപ്പം അമ്മാവന് ഒരു ഡൗട്ട് വരുന്ന എന്തോ ഒരു കാര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഉടൻ തന്നെ പറയണം, എന്തോ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. എന്തായാലും രഘു, നീ ഇനിയിപ്പോൾ കാര്യം നോക്കിയും കണ്ടും ചെയ്യണം. നീ ഹോസ്പിറ്റലിൽ തന്നെ നിന്ന് ഈ പറയുന്ന ആമിയെയും അതുപോലെ തന്നെ ചീരുവിനെയും കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നീ നിൽക്കുന്നതെന്ന് വരുത്തി തീർത്ത് അവരെ ഇവിടെ നിന്ന് രക്ഷിച്ച് പറഞ്ഞയക്കണം എന്നൊക്കെ പറയണം കേട്ടോ. ആയിക്കോട്ടെ എന്നും പറയുന്നുണ്ട്. പിന്നീടാണെങ്കിൽ കാണിക്കുന്നത് ചീരുവിനെയാണ്. ചീരുവിൻ്റെ അടുത്ത് ദയയും ശബരിയും വന്നിരിക്കുകയാണ്. അപ്പോൾ ദയ പറയണേ, എൻ്റെ ചീരു ചേച്ചി ഈ കുഞ്ഞ് ആരുടെ പോലെയാണ്? അപ്പോൾ ശബരി പറയണേ, കുഞ്ഞ് ആരുടെ പോലെ ഒന്നും പറയാറായില്ല. അപ്പോൾ വനമ്മ പറയണേ, ഇതിപ്പോഴൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ വിനയൻ ഇത് കേൾക്കുമ്പോൾ തൻ്റെ പോലെ എന്ന് പറയണമെന്ന് ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു പ്രതീക്ഷയോട് കൂടി നിൽക്കുന്നുണ്ട്. അതുപോലെ ചീരുവിൻ്റെ പോലെയാണെന്ന് പറയുമ്പോൾ എന്നൊരു പേടിയുണ്ട് കേട്ടോ.
അങ്ങനെ ഈ സമയം ഭാനുമ പറയണേ കുഞ്ഞുങ്ങളുടെയൊക്കെ മുഖം മാറി 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 വരും. കാരണം അവരൊക്കെ ഒരു വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു വ്യക്തമായ മുഖം കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ദൈവത്തിൻ്റെ മുഖം എന്നൊക്കെയാണ് പഴമക്കാർ പറയില്ല എന്നൊക്കെ ഭാനുമ പറയാണ്. അപ്പോൾ അത് കേട്ടിട്ട് അങ്ങനെ തന്നെ എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ തന്നെ ഇതിനിടയ്ക്ക് വിനയൻ പറയണം, ആരുടെ മുഖമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വിനയേട്ടൻ പറഞ്ഞതുപോലെ കോളടിച്ചല്ലോ, വിനയേട്ടൻ ആഗ്രഹിച്ചു തരാം ആൺകുട്ടിയെ തന്നെ കിട്ടിയല്ലോ. അത് കേട്ടോടെ തന്നെ വിനയൻ പറയണം, ഈ വിനയൻ എന്താഗ്രഹിച്ചാലും, ഈ വിനയൻ എന്തല്ല ആരെന്താഗ്രഹിച്ചാലും ദൈവം നമ്മളുടെ മുന്നിൽ കയ്യിൽ വെച്ച് തരും. ചീരു ആദ്യം ആഗ്രഹിച്ചത് പെൺകുഞ്ഞുങ്ങളെയാണ്. അപ്പോൾ അവൾക്ക് 2 പെൺകുഞ്ഞുങ്ങളെ കൊടുത്തു. എന്നാൽ ഞാൻ ആഗ്രഹിച്ചത് ആൺകുഞ്ഞുങ്ങളെയാണ്. ചീരു ആദ്യം തന്നെ ആൺകുട്ടിയെ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇത് നടന്നായിരുന്നു. എന്നാൽ ഞാൻ ആഗ്രഹിച്ചത് ആൺകുട്ടിയായതുകൊണ്ട് എനിക്ക് ആൺകുട്ടിയെ തന്നു. പക്ഷേ ദൈവം ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ചെയ്യത്തുള്ളൂ. ആദ്യം 2 പെൺകുട്ടിയെ തന്ന പോലെ ഇവന്മാരെ ഈ പ്രസവത്തിൽ ചിരുവിന് 2 ആൺകുട്ടിയെ കൊടുക്കുകയായിരുന്നെങ്കിൽ ഇപ്പം ഞാൻ എന്തായിരുന്നു. അപ്പം അത് കേൾക്കുമ്പോൾ ചിരുവിനെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോഴേക്കും ശബരി പറയണേ, വിനയ ഇങ്ങനെയൊന്നും ഒരു അമ്മയുടെ മുന്നിൽ വെച്ച് സംസാരിക്കരുത്. ആൺപെൺ എന്ന വേർതിരിവിലുള്ള നിൻ്റെ ഈ സംസാരമുണ്ടല്ലോ വിനയ, അത് ശരിയല്ല നീ കാണിക്കുന്നത്. അപ്പോൾ ഈ സമയം ചിരു അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. ചിരു പറയണേ, ശബരി ഇയാൾക്ക് ഇയാളുടെ സ്വഭാവമല്ലേ അറിയുള്ളൂ. ഇയാൾ പെൺകുട്ടികളെ വെറുക്കുകയാണ്. ആ കുട്ടികൾക്ക് അച്ഛനെന്ന് വിളിക്കാൻ പോലും ഇതുവരെ അറിയില്ല. അവർ വിളിക്കത്തൂല. അങ്ങനെ ഒരു പ്രതീക്ഷ ഇയാൾക്ക് അത് വേണ്ട. എന്നാൽ ഇയാൾ ഇപ്പോൾ കാട്ടുന്നത് കണ്ടില്ല എന്നൊക്കെ പറയുമ്പോൾ വാനമ്മ പറയണം, മോളെ നിൻ്റെ വയറിൽ കത്തി വെച്ചതാണ്. കത്തി വെച്ച ഈ വയറിനെ ഇങ്ങനെ ശബ്ദമുയർത്തി വേദനിപ്പിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ. അത് കേൾക്കുന്ന ചീര പറയുന്നത്, കത്തി എൻ്റെ വയറിനല്ല നെഞ്ചത്ത് കുത്തുന്ന വാക്കുകളാണ് ഇയാളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കത്തി വെച്ച വയറിനേക്കാൾ കൂടുതൽ ഇയാളുടെ വാക്കുകൾ നെഞ്ഞിത്തറക്കുകയാണ്. അപ്പോൾ അത് കേൾക്കുന്ന ചീരുവിൻ്റെ ഈ പറച്ചിൽ കേട്ട ദയ പറയണ, എന്തോന്ന് പറച്ചിലാണ് എൻ്റെ ചേച്ചിയുടെ പ്രസവവും കാര്യങ്ങളൊക്കെ ഈ വിനയേട്ടനല്ലേ എടുത്ത്. പിന്നെ എന്തെപ്പോഴും നിങ്ങളുടെ വഴക്ക് മാറിയില്ലേ, എപ്പോഴും ദേഷ്യം മാറിയില്ലേ. അതിനെങ്ങനെ ചിലവരെ എന്ത് ചെയ്തു കൊടുത്താലും ആർക്കും നന്ദി ഉണ്ടാവില്ല. അപ്പോൾ ആ സമയം ശബരി പറയണേ, വിനയ നിന്നോടൊരു കാര്യം പറയാം. നീ ഒരു അമ്മയുടെ മുന്നിൽ വെച്ച് പറയാൻ പാടില്ലാത്ത വാക്ക് തന്നെയാണ് പറഞ്ഞത്. ഒരമ്മയ്ക്ക് എല്ലാ മക്കളും ഒരുപോലെയാണ്, ആണ് പെണ്ണ് എന്നുള്ള വേർതിരിവൊന്നും ഒരമ്മക്ക് ഉണ്ടാവില്ല. അത് നീ മനസ്സിലാക്കണം വിനയ എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞ് കരയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം അയ്യോ എൻ്റെ മോന് കരയുന്നതെന്ന് പറഞ്ഞിട്ട് വിനയനോട് ചെല്ലുമ്പോൾ ഉടൻ തന്നെ ഭാനുമ എൻ്റെ കുഞ്ഞിനെ എടുത്ത് എനിക്ക് പാല് കൊടുക്കണമെന്ന് ചീരു ആവശ്യപ്പെടണം. അങ്ങനെ ചീരു പാല് കൊടുക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ വിനയൻ എടുക്കാൻ ഒരുങ്ങുമ്പോൾ വിനയൻ ഞാൻ എടുത്തു കൊടുത്തോളാം, നീ അങ്ങ് പോയിക്കോ എന്നും വിനയനോട് പറയുന്നു കേട്ടാ. അങ്ങനെ വിനയനോടും ശബരിയോടും പുറത്ത് കിടക്കാൻ പറയണേ. ഇതേസമയം ചീരു തൻ്റെ കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ വിനയൻ പുറത്ത് ചെന്നിട്ട് ശബരിയോട് പറയണേ, ശബരി നിനക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് കിട്ടില്ല. പണ്ടെങ്ങാനും ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റിന് പിന്നാലെ എന്നും തെറ്റ് തന്നെ. ഇനി എത്ര നല്ല പ്രവൃത്തി ചെയ്താലും ആരും തന്നെ അംഗീകരിക്കില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇത് കേട്ട ഉടനെ ശബരി പറയണേ, എൻ്റെ വിനയ അതൊക്കെ തോന്നലാണ്. ഒരു അമ്മയുടെ മുന്നിൽ ഇങ്ങനെയുള്ള വാക്കുകൾ അതിന് മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഇവിടെ ഓരോരുത്തരുമാർ എന്തൊക്കെയാണ് കാട്ടിക്കൂടുന്നത്. ഓരോരുത്തന്മാരുടെ മുഖംമൂടി ഇനി വലിച്ചൂരാൻ കിടക്കുന്നുള്ളൂ. അതൊക്കെ കിടക്കുമ്പോൾ മനസ്സിലാവും ഓരോരുത്തർ ഓരോന്ന് കിടന്ന് കാട്ടിക്കൂട്ടുന്നത്. അപ്പോൾ ശബരി പറയണേ, എൻ്റെ മുഖംമൂടിയാണെങ്കിൽ വിനയ ഇപ്പം തന്നെ അങ്ങ് വലിച്ചൂരിക്കുക. അയ്യോ എൻ്റെ ശബരി നിൻ്റെ മുഖംമൂടിയൊന്നും വലിച്ചൂരാൻ ഞാനില്ല. നിനക്ക് ഈ പറയുന്ന ശബരിയെ കൊണ്ട് സ്വസ്ഥതയില്ല, എനിക്കും ശബരിക്ക് ദയെ കൊണ്ട് സ്വസ്ഥതയില്ല. അതുപോലെ തന്നെ എൻ്റെ സ്വസ്ഥത ഇങ്ങനെയും പോകുന്നു. എന്നാൽ ഇവിടെ രഘുവേട്ടൻ എന്ന് പറയുന്ന ആള് ആ പാവം അമ്പിളി ചേച്ചിയെ വഞ്ചിച്ചും കൊണ്ടിരിക്കുമ്പോൾ പാവം തോന്നുന്നു. അത് കേട്ട ഉടൻ തന്നെ രഘുവേട്ടൻ എന്ത് ചെയ്യുന്നെന്നാ പറയുന്നത്. അതെ രഘുവേട്ടനല്ലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയത്. അയ്യോയ്യോ ഇവിടുത്തെ പ്രസവ ചെലവും എല്ലാ കാര്യങ്ങളും നോക്കിയത് ഞാനാണ്. എന്നാലും ഇത്രയും കാലം രഘുവേട്ടനാണ് ഇവരുടെ പെങ്ങന്മാരുടെ കാര്യങ്ങളെല്ലാം നോക്കിയത്. രഘുവേട്ടൻ്റെ മധ്യസ്ഥയിലാണല്ലോ ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുക. അത് കേൾക്കുന്ന വിനയം പറയണ, അയ്യോയ്യോ അങ്ങനെയൊന്നും പറയണ്ട. ഈ രഘുവേട്ടൻ ഇവിടെ നിന്ന് വ്യാജേന പല പ്രശ്നങ്ങളും രഘുവേട്ടൻ ചെയ്തു കൂട്ടുന്നുണ്ട്. രഘുവേട്ടൻ ഒരു കുഞ്ഞിനെ ഒരു ഭാര്യയെ സംരക്ഷിക്കുന്നുണ്ട്. അത് കേട്ടോടെ തന്നെ എന്താ വിനയൻ ഈ വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞു. അയ്യോ ഈ വിനയൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് വായിൽ തോന്നിയതാവും. എന്നാൽ വിനയൻ പറയുന്നതിൽ അതിലൊരു സത്യമുണ്ടെന്ന് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. എല്ലാവരും അത് മനസ്സിലാക്കുന്ന ഒരു ദിവസം എത്തുമെന്ന് പറയാൻ കേട്ടോ. ഇതേസമയം രഘുവാണെങ്കിൽ അമ്മയുടെ അടുത്ത് ചെന്നിരിക്കുകയാണ്. അപ്പോൾ അമ്മ ഇങ്ങനെ കാര്യങ്ങൾ പറയണം. അപ്പോൾ അമ്മയോട് പറയണേ, ഇവിടെയാണ് എൻ്റെ ഭാര്യയുടെ അനിയത്തി ഉള്ളത്. അയ്യോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഒന്നും ചെയ്യണ്ട, എന്തായാലും നീ ഇവിടെ തന്നെ നിന്നോ, നിനക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം. നിൻ്റെ ഡ്രസ്സ് ദാസങ്ങൾ പോയപ്പോൾ ഹോസ്റ്റൽ വാർഡൻ നിൻ്റെ ഡ്രസ്സ് മൊബൈലൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ ഇവിടെ നിന്നോ, നിനക്ക് രാത്രിക്കുള്ള ഭക്ഷണം വാങ്ങിത്തരാം. അപ്പോഴേക്കും ആമി പറയണം, വേണ്ട എനിക്ക് രാത്രിക്കുള്ള ഭക്ഷണമൊന്നും വേണ്ട, ഞാൻ
തനിയെ എന്തെങ്കിലും വാങ്ങി കഴിച്ചോളാം. അയ്യോ അത് പറ്റത്തില്ല, കുഞ്ഞിവിടെ കിടക്കുന്നതല്ലേ, അല്ലെങ്കിൽ ബ്രെഡും ഇതൊക്കെ ഉണ്ടല്ലോ അത് കഴിച്ചോളാം, അത് മോൾക്കാവാം, മോൾക്ക് ട്രിപ്പ് ഇടുന്നത് കൊണ്ട് മോൾക്ക് ക്ഷീണം ഉണ്ടാവില്ല, എന്നാൽ ആമി നിനക്ക് ക്ഷീണം ഉണ്ടാവും, അതുകൊണ്ട് നിനക്ക് ഫുഡ് വാങ്ങാനാണ് ഞാൻ പുറത്തിറങ്ങിയെന്ന് പറഞ്ഞിട്ട് രഘു പുറത്തിറങ്ങുമ്പോൾ തൻ്റെ മുന്നിൽ നിൽക്കുന്നു ശബരിയും വിനയനും കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെയോ ഒരു എപ്പിസോഡാണ് വന്നിരിക്കുന്നത്. എന്നാൽ സുശീലയാണെങ്കിലോ സെല്ലിലോട്ട് കിടക്കുന്ന ആ ഒരു സീന് വന്നു കേട്ടോ. അപ്പോൾ സെല്ലിലോട്ട് കിടക്കുമ്പോൾ അവിടെ ഒരുപാട് സ്ത്രീകൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ സുശീലയോട് അവിടുത്തെ വാർഡൻ പറയാണ്, നീ കയറുന്നെങ്കിൽ വലത് കാല് വെച്ചാണ്ട് കയറിക്കോ. അയ്യോ എനിക്കതിൻ്റെ ആവശ്യമില്ല, വലത് കാല് വെക്കേണ്ട ആവശ്യമില്ല, ഇടത് കാലാണ് വെക്കുന്നത്. സുശീല ഇവിടെ കിടക്കാനല്ല വന്നിട്ടുള്ളത്, സുശീല 1-2 ദിവസത്തിനുള്ളിൽ പുറത്തിറങ്ങുമെന്ന് പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന സ്ത്രീകൾക്ക് അത് വല്ലാത്തൊരു ചൊറിച്ചിലാവുകയാണ് കേട്ടോ. അങ്ങനെ ഇനി സുശീലയ്ക്ക് ജയിൽ പീഡനം തുടങ്ങുകയാണ് കേട്ടോ.